ഹായ് ഫ്രണ്ട്സ്, റെസിപ്പീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് ചോറിലേക്കും ചപ്പാത്തിയിലേക്കും അങ്ങനെ ഏതിലേക്കും നമുക്ക് സൈഡായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കോളിഫ്ലവർ ഗ്രേവിയുടെ റെസിപ്പി ആയിട്ടാണ്. കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാനും കൂടെ പറ്റുന്നതാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം. നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഞാനിതിലേക്ക് കോളിഫ്ലവർ ഒന്ന് വേവിച്ചിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ഇവിടെ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. അപ്പോൾ അതാ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാനൊരു 350 ഗ്രാമോളം കോളിഫ്ലവർ ആട്ടോ എടുത്തിട്ടുള്ളത്. അത് നൈസായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്ന കേട്ടോ. നല്ല അങ്ങനെ ആകുമ്പോഴേ നല്ല പോലെ മസാല ഒക്കെ അതിൻ്റെ ഉള്ളിൽ പിടിക്കുള്ളൂ. ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ളൊരു ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഈ ഒരു ടൈമിൽ ഉപ്പിട്ട് കൊടുത്താൽ ആ ഒരു കോളിഫ്ലവറിൻ്റെ ഉള്ളിലേക്കൊക്കെ നല്ല പോലെ ഉപ്പൊക്കെ നന്നായിട്ട് പിടിക്കുള്ളൂ കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊരു 10 മിനിറ്റോളം ഒന്ന് ഇതിലൊന്ന് കിടന്നിട്ടൊന്ന് കുക്കാവട്ടെ കേട്ടോ. അപ്പോഴേക്ക് നല്ല പോലെ കുക്കായിട്ട് വരും. ഇപ്പോൾ ഇതുപോലെ വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് എടുക്കണം ഒട്ടും നിർബന്ധമില്ല കേട്ടോ. നമ്മൾ കുറച്ച് വിനേഗറും അതുപോലെ ഉപ്പ് ഇട്ടിട്ട് കുറച്ച് വെള്ളത്തിൽ കുറച്ച് ടൈം ഒന്ന് ഒരു 30 മിനിറ്റോളം ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചാലും മതി കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നല്ല പോലെ നമുക്കിതൊന്ന് ക്ലീൻ ആയിട്ട് കിട്ടുക. ഇപ്പോൾ ഇതാ കോളിഫ്ലവർ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു 10 മിനിറ്റോളം ഞാനതൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. കണ്ടാൽ തന്നെ അറിയാം നല്ല പോലെ ഇത് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിന്ന് വെള്ളമൊക്കെ നൂറ്റിയിട്ട് നമുക്കിതൊരു സൈഡിലോട്ട് അങ്ങ് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേറൊരു പാന് വെച്ച് ചൂടാക്കി എടുത്തതിന് ശേഷം അതിലേക്ക് 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അതൊന്ന് നന്നായിട്ട് ചൂടായിട്ട് വരുന്നതോട് കൂടിയിട്ട് അത്യാവശ്യം വലിപ്പമുള്ള ഒരു വലിയ ഉള്ളി ഞാനൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആട്ടോ എടുത്തിട്ടുള്ളത്, അത് അങ്ങിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 തണ്ടോളം കറിവേപ്പിൻ്റെ എടുത്തിട്ടുണ്ട്, അതും കൂടി അങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ളൊരു ഉപ്പും കൂടി ഇട്ട് കൊടുത്താൽ മതി. എന്നാൽ ആ ഒരു ഉള്ളിയൊക്കെ പെട്ടെന്ന് തന്നെ അങ്ങ് വഴന്നിട്ട് കിട്ടും. ഇനി അതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് അങ്ങ് വഴറ്റിയിട്ടെടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന ഒരു സബ്സ്ക്രൈബ് ബട്ടണും അതിന് തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൻ വരും. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ ഒന്ന് സെലക്ട് ചെയ്താൽ മാത്രം ഞാൻ അതുപോലുള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. ഇപ്പോൾ ഇതാ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴറ്റിയിട്ട് എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വഴറ്റിയെടുത്താൽ ഇതിലേക്ക് നമുക്ക് 2 തക്കാളി ഇട്ട് അത്യാവശ്യം വലിപ്പമുള്ള 2 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഇതുപോലെയല്ല ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് നമ്മൾ മിക്സിയിൽ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചിട്ട് ഞാനിതാ ഇതുപോലെ ഒന്ന് പൾപ്പാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പൾപ്പാണ് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അതൊന്നങ്ങ് വറ്റി വരുന്നവരെ കുറച്ച് ടൈം നന്നായിട്ടൊന്നങ്ങ് വഴറ്റിയിട്ട് എടുക്കണം കേട്ടോ. ആ ഒരു തക്കാളിയുടെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നവരെ, എന്താ വെച്ചാൽ നമ്മൾ അടിച്ചെടുക്കുമ്പോഴൊന്നും വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ആ ഒരു തക്കാളിയുടെ നീരുകൊണ്ട് തന്നെ നമുക്കത് അടിഞ്ഞ് കിട്ടും കേട്ടോ. നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത് ആ ഒരു തക്കാളിയുടെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ടെ. അപ്പോൾ അതാ തക്കാളിയുടെ നീരൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിലായാൽ നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാ 1 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ആട്ടോ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 1 ടീസ്പൂണോളം കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂണോളം തന്നെ മല്ലിപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം വലിയ ജീരകത്തിൻ്റെ പൊടിയാണ്, അതങ്ങ് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാലയാണ് കേട്ടോ, അതും കൂടി അങ്ങ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അതെല്ലാം കൂടെ ഒന്ന് അങ്ങ് വഴറ്റിയിട്ട് എടുക്കുക കേട്ടോ. ആ ഒരു തക്കാളിയുടെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയതിന് ശേഷം ഇതുപോലെ ഒന്ന് അങ്ങ് വഴറ്റിയിട്ട് എടുക്കാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പച്ചച്ചവും ആ ഒരു പച്ച സ്മെല്ലൊക്കെ ഒന്ന് പെട്ടെന്ന് പോയി കിട്ടും കേട്ടോ. അതുകൊണ്ടാണ് അതിൻ്റെ ആ തക്കാളിയുടെ വെള്ളമൊക്കെ നല്ല പോലെ ഒന്ന് വറ്റിച്ചെടുത്തതിന് ശേഷം നമ്മളിതുപോലെ ഒന്ന് അങ്ങ് വഴറ്റിയിട്ട് എടുക്കുന്നത്. കുറച്ച് ടൈം 1-2 മിനിറ്റോളം നന്നായിട്ടൊന്ന് അങ്ങ് വഴറ്റിയിട്ട് എടുത്താൽ മതിയേ. അതുപോലെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും ഫീഡ്ബാക്ക് കമൻറ്റ് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് 1 കപ്പോളം വെള്ളമാണ് കേട്ടോ. അതും കൂടി അതിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി കറി നന്നായിട്ടൊന്നങ്ങ് തിളച്ചിട്ട് വരട്ടെ കേട്ടോ. അതിന് ശേഷം നമുക്കിതിലേക്ക് കോളിഫ്ലവർ ആഡ് ചെയ്ത് കൊടുത്താൽ മതിയേ. ഇപ്പോൾ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് കോളിഫ്ലവർ അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ലൂസായിട്ട് കറി പോലെയാണ് വേണ്ടത് വെച്ചാൽ നമുക്ക് വെള്ളം വല്ലാണ്ട് അങ്ങ് വറ്റിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അതിൽ നമുക്ക് കുറച്ച് തിക്കായിട്ടാണ് വേണ്ടത് വെച്ചാൽ നല്ല പോലെ വെള്ളം ഒന്ന് വറ്റിച്ചെടുത്താൽ മതി കേട്ടോ. ഇനി ഓൾറെഡി നമ്മുടെ ആ ഒരു കോളിഫ്ലവർ വേവായിട്ട് വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു 5 മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. ആ മസാല ഒക്കെ അതിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റോളം നമുക്കിതൊന്ന് അടിച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണേ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടിച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ.
ഇപ്പോൾ ഇതാ ഒരു 5 മിനിറ്റോളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഗ്രേവി ഇവിടെ നല്ല പോലെ ആയി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, കുറച്ച് തിക്കായിട്ടാണ് ഞാനിതൊന്ന് ആക്കിയെടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ജ്യൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കിയെടുക്കാം. കുറച്ച് ഇങ്ങനെ തിക്കായിട്ട് ഒരു ഗ്രേവി ആക്കി എടുക്കുമ്പോഴാട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതിപ്പോൾ ചോറിലേക്കാണെന്നുണ്ടെങ്കിൽ ചപ്പാത്തിയിലേക്കാണെങ്കിൽ അങ്ങനെ ഏതിലേക്ക് നമുക്കിത് സൈഡായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കേട്ടോ. ഇനി ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കോളിഫ്ലവർ ഗ്രേവിയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയ ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും.